ഇറാനെതിരെ വീണ്ടും സൈനിക നീക്കങ്ങൾക്ക് ഇസ്രയേൽ പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു. എന്നാൽ അതിനു പിന്നാലെ പുറത്തുവന്ന പരാമർശമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആക്രമിച്ചാൽ യുഎസിനും ഇസ്രയേലിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നതിന് മുന്നോടിയായി ആയിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. മണിക്കൂറുകൾക്കകം ഈ കൂടിക്കാഴ്ച നടക്കുകയും ചെയ്യും. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഇറാനെ വീണ്ടും ആക്രമിക്കാനുള്ള കാര്യം ചർച്ചയാകുമെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ഇറാനെതിരായ അമേരിക്കൻ ഇസ്രയേൽ ആക്രമണ സാധ്യതകൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റ് എത്തിയത് ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്. ഇസ്രയേലുമായുണ്ടായ യുദ്ധസമയത്തേക്കാൾ ശക്തമായ നിലയിലാണ് ആയുധങ്ങളും സേനയും എന്നാണ് ഇറാൻ പ്രസിഡന്റ് അവകാശപ്പെടുന്നത്. ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്നും മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. രാജ്യത്ത് ലിംഗപരമായതുൾപ്പെടെ ഒരു വിവേചനവുമില്ലെന്നും ജനങ്ങളോടുള്ള ഐക്യ ആഹ്വാനത്തോടൊപ്പം പ്രസിഡന്റ് പറഞ്ഞത് ശ്രദ്ധേയമാണ്. യുഎസ്, ഇസ്രയേൽ, യൂറോപ്പ് എന്നിവയുമായുള്ള ഇറാൻ പൂർണ്ണമായുള്ള യുദ്ധത്തിലാണെന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ നയം വ്യക്തമാക്കിയത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുഎസ് സന്ദർശിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടുമുൻപാണ് ഈ പ്രഖ്യാപനമെന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇറാൻ സ്ഥിരതയോടെ തുടരാൻ അവർ ആഗ്രഹിക്കുന്നില്ലെന്നും 1980കളിൽ ഇറാഖുമായി ഇറാൻ നടത്തിയ മാരകമായ യുദ്ധത്തെക്കാൾ മോശമാണ് ഈ യുദ്ധമെന്നും മസൂദ് പറയുന്നുണ്ട്. ഇറാഖുമായി നടന്ന യുദ്ധത്തിൽ ഇരുവശത്തുമായി 10 ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടതിനെ അപേക്ഷിച്ച ഇറാനെതിരായ പടിഞ്ഞാറിന്റെ യുദ്ധമാണ് കൂടുതൽ സങ്കീർണവും ദുഷ്കരവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇക്കഴിഞ്ഞ ജൂണിൽ വ്യോമാക്രമണത്തിനിടെ ഇറാനിൽ ഇസ്രയേലും യുഎസും നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞന്മാരും ഉൾപ്പെടെ 1100ഓളം ഇറാനികളാണ് കൊല്ലപ്പെട്ടത്. ഇറാന്റെ പ്രതികാര മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ 28 പേരും കൊല്ലപ്പെട്ടു എന്ന കാര്യം മറക്കാനാകില്ല. ഇറാന്റെ സായുധ സേന ഇപ്പോൾ ശക്തവും സുസജ്ജവുമാണെന്നാണ് പെസഷ്കിയാന്റെ നിലപാട്. ഇസ്രയേൽ എന്ന ജൂത രാജ്യം ഇപ്പോൾ വലിയ ആശങ്കയിലും ഭയത്തിലുമാണുള്ളത്. ഗാസയിൽ നടത്തിയ ആക്രമണം മുതൽ ഇറാനുമായുണ്ടായ ഏറ്റുമുട്ടൽ വരെ എടുത്തു പരിശോധിച്ചാൽ ഇസ്രയേൽ എന്ത് ലക്ഷ്യം മുൻനിർത്തിയാണോ ആക്രമണം നടത്തിയത് ആ ലക്ഷ്യം അവർക്ക് നേടാനായിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാൻ സൈനികമായി കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇത് ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയും ഫിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനുമായുള്ള ഏറ്റുമുട്ടലിന് ശേഷം 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ചർച്ചയാണ് ഇത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ജൂണിൽ നടന്ന സംഘർഷത്തിൽ അമേരിക്കൻ ബോംബറുകളാണ് ഇറാന്റെ ആണവ നിലയങ്ങളിൽ ബോംബിട്ടത്. ഇതോടെ ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കിയതായി അമേരിക്ക അടക്കം അവകാശവാദം ഉന്നയിച്ചെങ്കിലും ഇത് തള്ളിപ്പോവുകയായിരുന്നു. ട്രംപ് തന്നെയാണ് ഇത് പരസ്യമായി അവകാശപ്പെട്ടത്. ട്രംപിന്റെ തള്ള് എന്നതിലുപരി അതിൽ ഒരു യാഥാർത്ഥ്യവും ഇല്ല എന്നത് വൈകിയാണെങ്കിലും ഇപ്പോൾ ഇസ്രയേലിലും അമേരിക്കയിലും മാത്രമല്ല ലോകരാജ്യങ്ങളിലാകെ ചർച്ചാ വിഷയമാണ്. ഇത് ബോധ്യപ്പെട്ടു കഴിഞ്ഞ കാര്യവുമാണ്. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് തടയാൻ ഇസ്രയേലിന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം തകർക്കാനാണ് ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ചിരുന്നത്. എന്നാൽ ആ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. ഇത് അമേരിക്കയ്ക്ക് ബോധ്യമായിട്ടുമുണ്ട്. അതിപ്പോഴും ഭദ്രമായി തന്നെ ഇറാനിൽ ഉള്ളതിനാൽ ഏത് നിമിഷവും ആണവായുധം നിർമ്മിക്കാനും ഇറാന് സാധിക്കും. നിർമ്മിച്ചു കഴിഞ്ഞോ എന്നുള്ള സംശയവും ഇപ്പോൾ പലരും ഉന്നയിക്കുന്നുണ്ട്. ഇറാൻ ആണവശക്തിയായി മാറുന്നത് ഒരേ സമയം ഇസ്രയേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും കൂടി ഭീഷണിയാണ് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് തള്ളിക്കളയാനാവില്ല. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ മരണത്തിൽ നിന്ന് ഒരിക്കൽ രക്ഷിച്ചത് താനാണെന്ന് പിന്നീട് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിലും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഖമേനിയെ ലക്ഷ്യം വെച്ചുള്ള മറ്റ് പദ്ധതികളും നടക്കുന്നുണ്ട് എന്ന് അന്ന് തന്നെ റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട്. ഖമേനിയുടെ സുരക്ഷാ ഭടന്മാരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്തത് ഈ വിവരങ്ങൾ പിന്തുടർന്ന് കൃത്യമായ ലൊക്കേഷൻ മാപ്പ് ചെയ്താണ് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല താനും. ഞെട്ടിക്കുന്ന ഈ രഹസ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ കൂടുതൽ ജാഗരൂകരാവുകയാണ് ഇറാൻ. അതുപോലെ തന്നെ പ്രതിരോധിക്കാനുള്ള അവരുടെ ശക്തിയും വർദ്ധിച്ചിരിക്കുകയാണ്. അതിനു പിന്നാലെ ഫോൺ പോലും ഉപേക്ഷിച്ച ബോഡി ഗാർഡ്സിന്റെ പിൻബലമില്ലാതെ ഖമേനി ബങ്കറുകളിൽ അഭയം തേടുകയായിരുന്നു എന്ന വിവരവും പുറത്തുവന്നിരുന്നു. അതേസമയം സംഘർഷ സമയത്ത് ഇറാന്റെ പരമോന്നത നേതാവിനെ കൊല്ലാനുള്ള
ഇസ്രയേലിന്റെ പദ്ധതി ഇറാൻ-ഇസ്രയേൽ സംഘർഷം രൂക്ഷമാക്കുമെന്ന ആശങ്കയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ നീക്കം തടയുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത്. തങ്ങളുടെ സമാധാനപരമായ ആണവ പരിപാടിയെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ചെയ്തിരിക്കുന്നത്. ഈ വർഷം ആദ്യം ആക്രമിക്കപ്പെട്ട ഫോർദോ, നഥാൻസ്, ഇസ്ഫഹാൻ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ കൂടുതൽ ശക്തിയോടെ പുനർനിർമ്മിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നത് പോലെ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുവെന്ന പാശ്ചാത്യ ആരോപണങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയുടെ മുൻ പ്രസ്താവനകൾ ഇറാന്റെ നിലപാടിന് ശക്തി നൽകുന്നുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ടെന്നതിന് തെളിവില്ലെന്ന് ഗ്രോസി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 60% വരെ യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് ആയുധങ്ങൾക്ക് ആവശ്യമായ 90%-ൽ കുറവാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. സമ്പുഷ്ടീകരിച്ച യുറേനിയം മാത്രം ഒരു ആയുധമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിനായി സമ്പുഷ്ടീകരണം തടയുക എന്ന ലക്ഷ്യത്തോടെ 2015-ൽ ആരംഭിച്ച ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ജൂണിലെ ആക്രമണങ്ങൾക്ക് ശേഷം സ്തംഭിച്ചിരുന്നു. ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് മുൻപ് സുരക്ഷാ ഉറപ്പുകൾ ആവശ്യപ്പെട്ട ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളുടെ പാശ്ചാത്യ നിരീക്ഷണം പിന്നീട് നിയന്ത്രിക്കുന്ന അവസ്ഥയും ലോകം കണ്ടു. ഇസ്രയേൽ US ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ട്. അറ്റോമിക് എനർജി ഓർഗനൈസേഷനിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണങ്ങളെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയത്. ഫാക്ടറികളും കെട്ടിടങ്ങളും തകർത്തത് തങ്ങൾക്കൊരു വലിയ പ്രശ്നമല്ലെന്നും വീണ്ടും ശക്തമായ രീതിയിൽ അവ പുനർനിർമ്മിക്കും എന്നുമാണ് ഇറാൻ വിശദമാക്കുന്നത്. ആണവ മേഖലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇറാൻ പ്രസിഡന്റ് പ്രതികരിച്ചത് വളരെ പക്വതയോടെയാണ്. എന്നാൽ ടെഹ്റാൻ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ വീണ്ടും ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് US പ്രസിഡന്റ് അടക്കമുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നത്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നാൽ അവ പുനർനിർമ്മിക്കുമെന്ന് മസൂദ് പെസഷ്കിയാൻ ഫെബ്രുവരിയിലും പ്രതികരിച്ചിട്ടുണ്ട്. ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ട ഇസ്രയേൽ യുദ്ധത്തിനിടെ ഇറാന്റെ പ്രമുഖ ശാസ്ത്രജ്ഞർ അടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ ഭയക്കേണ്ട ഒരു വാർത്തയുണ്ട്. ഇസ്രയേലുമായുള്ള യുദ്ധത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ 4ാം തലമുറ ആണവായുധം പരീക്ഷിച്ചിരിക്കുന്നു. നൂതന ആണവായുധ ആശയങ്ങൾ ഇറാൻ നിശബ്ദമായി പര്യവേഷണം ചെയ്തുവെന്നത് സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണിത്. യുറേനിയത്തെയോ പ്ലൂട്ടോണിയത്തെയോ ആശ്രയിക്കാത്തതും അറിയപ്പെടുന്ന ഏതൊരു ആണവശക്തിക്കും എത്തിച്ചേരാൻ ആകാത്തതുമായ ഒരു സൈദ്ധാന്തിക രൂപകൽപ്പനയാണിത്. അതാണ് 4ാം തലമുറ ആണവായുധം എന്ന റിപ്പോർട്ടുകൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്.